അതെ, ഒരുപാട് ഹെയർ ഡേ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്ന് നമ്മൾ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് പോകുന്നത് കറ്റാർവാഴ വെച്ചിട്ടാണ്. ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും എഫക്റ്റീവായിട്ടുള്ള ഹെയർ ഡേ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയാൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ഹെയർ ഡേ തയ്യാറാക്കാൻ എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടത്, ഏതൊരു രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊക്കെ നോക്കാം. മെയിനായിട്ട് നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ്. ചെറുതായതുകൊണ്ട് ഞാൻ 2 പോള എടുത്തിട്ടുണ്ട്. നമ്മളിതിന് ഉപയോഗിക്കുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുമ്പ് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചാരി വെച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്നൊരു യെല്ലോ കളർ ലിക്വിഡ് വരും. അത് കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് അലർജിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഇനി നമ്മൾ ഡൈ തയ്യാറാക്കുന്നത് കട്ടൻ ചായയിലാണ് കേട്ടോ. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം കോഫി പൗഡറും കൂടെ ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് ഒരു അര ഗ്ലാസ്സിന് താഴെയാക്കണം. ആ ഒരു സമയം കൊണ്ട് കോഫിയുടെയും അതുപോലെ തന്നെ ആ തേയിലയുടെയൊക്കെ എസൻസ് ആ ഒരു വെള്ളത്തിൽ കിട്ടും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത ഈ ഒരു വെള്ളമാണ് കേട്ടോ നമ്മൾ ഡൈ സെറ്റാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഡൈയിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതേ കണ്ടില്ലേ, നമ്മുടെ കട്ടൻ ചായ നല്ലതുപോലെ കുറുകി ഒരു 1/4 ഗ്ലാസ്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കറ്റാർവാഴയുടെ സൈഡിലുള്ള മുള്ളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലഷാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇങ്ങനെ മുള്ള് കളഞ്ഞ് ചെറിയ പീസുകളാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ ആ ഒരു ജെല്ലി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം 2 സൈഡിൽ നിന്നും പുറന്തൊലി മാറ്റി കളയുമ്പം നമുക്ക് അതിനുള്ളിൽ നിന്ന് ഫ്ലഷ് കിട്ടും. ഇതാണ് കേട്ടോ എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ജെല്ലി എടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പൂൺ വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തെടുത്താലും മതി. എങ്ങനെയായാലും നമുക്ക് ആ വെള്ള കളറിലുള്ള ജെല്ലിയാണ് കേട്ടോ ഡൈ തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇപ്പം നമ്മൾ ജെല്ലി എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മുടെ ഡൈയിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൂടി വേണം. എല്ലാം നമ്മുടെ തൊടിയിലുള്ളതാണ് കേട്ടോ. 2-3 തണ്ട് കറിവേപ്പിലയാണ് വേണ്ടത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പ്രാണികളൊന്നുമില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം കേട്ടോ എടുക്കാൻ. അതിൻ്റെ ഇലയും നമ്മൾ അടർത്തി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 കൈ തുളസിയുടെ ഇലയാണ് കേട്ടോ വേണ്ടത്. തുളസി നമ്മൾ പൂവും അതിൻ്റെ തണ്ടും എല്ലാം കൂടെ ചേർത്താണ് എടുത്തേക്കുന്നത്. മുടി വളരാൻ മാത്രമല്ല, മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ പേനിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കാനും തുളസി നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 പനിക്കൂർക്കയുടെ ഇല കൂടി ഇട്ട് കൊടുക്കാം. മുടി കറുപ്പിക്കുമെന്ന് മാത്രമല്ല, നമുക്ക് ഡൈ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന പനി, ജലദോഷം അല്ലെങ്കിൽ നീർക്കെട്ടൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത് സഹായിക്കും. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കട്ടൻ ചായ ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. ആദ്യം നമുക്ക് അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിന് മാത്രം കട്ടൻ ചായ ഒഴിച്ച് നല്ലപോലെ അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ള കട്ടൻ ചായ കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു രീതിയിൽ നല്ല സ്മൂത്തായിട്ട് വേണം കേട്ടോ നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ആ കറ്റാർവാഴയുടെ ജെല്ലിയൊക്കെ നല്ലപോലെ അരഞ്ഞു കിട്ടണം. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരുന്ന കട്ടൻ ചായ കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. തരികളൊന്നുമില്ലാതെ അരിച്ചെടുത്ത ഈ ഒരു വെള്ളം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇത് നമുക്ക് നല്ലൊരു ഹെയർ ടോണറായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. മുടിക്ക് ഉള്ളു കുറവുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം വെച്ച് ഈ ഒരു ഹെയർ ടോണർ ഉപയോഗിച്ച് മുടി മസാജ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഹെയർ ഡൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എപ്പോഴും ഡൈ ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഓയിലായാലും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ഹെന്ന പൗഡറാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഡേറ്റ് കഴിയാത്തതും നല്ല ബ്രാൻഡിൻ്റെ നോക്കി നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കണം. 100% നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന പൗഡർ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കാത്താ പൗഡറാണ്. നമ്മൾ നീലാമരി ഉപയോഗിക്കുന്നില്ല, അതിന് പകരമായിട്ട് കാത്താ പൗഡറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ കുറേ കാലമായിട്ട് കാത്താ പൗഡറാണ് മുടി ഡൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയേക്കുന്നത്. ഒട്ടുമിക്ക അങ്ങാടിക്കടയിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഞാൻ വാങ്ങിയത് ഓൺലൈൻ വഴിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അതുവഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് നമ്മൾ 1 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. എത്രയാണോ നമ്മൾ ഹെന്ന പൗഡർ എടുക്കുന്നത് അതിൻ്റെ പകുതി വേണം കേട്ടോ കാത്താ പൗഡർ എടുക്കാനായിട്ട്. ഇനി ഈ 2 പൊടിയും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ വെള്ളമുണ്ടല്ലോ അതുപയോഗിച്ച് കട്ടകളില്ലാത്ത രീതിയിൽ നമുക്ക് ഡൈയുടെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു പരുവത്തിൽ റെഡിയാക്കിയെടുക്കണം.
ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് വേണം നമ്മൾ കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസുകളും അതിൻ്റെ അളവുകളും ഒക്കെ നിങ്ങൾ കറക്റ്റ് രീതിയിൽ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. പ്രത്യേകിച്ചും ഒരിക്കൽ പോലും കെമിക്കൽ ചേർത്തിട്ടുള്ള ഹെയർ ഡൈ നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ആ ഒരു ഹെയർ ഡൈയുടെ കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് ഒരു 8 മണിക്കൂറോളം സെറ്റ് ആവാനായിട്ട് വെക്കണം. ഞാൻ പൊതുവേ ഇത് രാത്രിയിൽ റെഡിയാക്കി വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. രാവിലെ നമ്മൾ ഇത് തുറന്ന് നോക്കുമ്പം നല്ല ഒരു ബ്ലാക്കിഷ് കളറിൽ നല്ല ഹെയർ ഡൈയുടെ ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും. ബാക്കിയുണ്ടായിരുന്ന ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയ വെള്ളമുണ്ടല്ലോ, ഒന്നുകിൽ നിങ്ങൾക്കതൊരു ഹെയർ ടോണറായിട്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി കഴുകാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കപ്പോളം വെള്ളത്തിൽ ബാക്കിയുള്ള ഈ ഒരു ലിക്വിഡും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഡൈ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മുടി കഴുകുന്ന സമയത്ത് അത് നമുക്ക് മുടിയിലേക്ക് ഒഴിച്ച് കഴുകിയെടുക്കാവുന്നതാണ്. ഇപ്പം ഒരു രാത്രി കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ഡൈയുടെ ഒരു കണ്ടീഷനാണ് കേട്ടോ ഇത്. നല്ല പോലെ കറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രഷ് ഉപയോഗിച്ച് നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളഞ്ഞാൽ മതി. ഈ ഒരു ഡൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ ഒട്ടും തന്നെ എണ്ണമെഴുക്കുണ്ടാകാൻ പാടില്ല. നല്ല പോലെ ഷാമ്പു വാഷ് ചെയ്ത മുടിയിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ മുടി കഴുകുമ്പം ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. താളി ഉപയോഗിച്ചിട്ട്, പ്രത്യേകിച്ചും നാച്ചുറലായിട്ടുള്ള താളി ഉപയോഗിച്ചിട്ട് വേണം കഴുകിയെടുക്കാനായിട്ട്. ഒരുപാട് നരയൊക്കെ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഈ ഒരു ഡൈ ഉപയോഗിക്കണം. 1-2 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു വെളുത്ത മുടികളൊക്കെ കറക്കാനായിട്ട് തുടങ്ങും. അതിനുശേഷം നിങ്ങൾക്ക് മാസത്തിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം എന്ന രീതിയിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 100% നാച്ചുറലായിട്ടുള്ള ഈ ഒരു ഹെയർ ഡൈയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.